അപ്പോഴേ ഇന്ന് നമുക്കൊരു അടിപൊളി സ്വീറ്റ് ഉണ്ടാക്കി നോക്കിയാലോ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് ന്യൂട്ടല്ല പാസ്ട്രീസ്ന്നോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് പാസ്ട്രീസ്ന്നോ ഒക്കെ പേര് വിളിക്കാം കേട്ടോ. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിന് പേരിടാം. സംഭവം എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിലെ ഫില്ലിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നട്ട്സ് ക്രഷ് ചെയ്ത് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. നട്ട്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല തിന്നായിട്ടുള്ള റോസ്റ്റഡ് വേർമിസെലി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇതിന് വേണ്ടത്. അത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. കൈ വെച്ചിട്ട് ക്രഷ് ചെയ്താൽ മതി. എന്നിട്ട് ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പം 2 ഫ്ലേവറിലാണ് ഉണ്ടാക്കുന്നത്. ഒന്നിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് ഞാൻ എന്താ പറയുക നമ്മൾ ന്യൂട്ടല്ല മിക്സും കൂടിയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പഫ് പാസ്ട്രീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫില്ലിംഗ് ഒന്ന് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഞാനിപ്പം ഇതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം, അതിലൊന്നും ഒരു കാര്യമില്ല. ഞാനിപ്പോൾ എനിക്കൊരു സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ള ഈ ഒരു ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് സീൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ അടുത്ത ഫില്ലിങ്ങും ഇതേപോലെ തന്നെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനൊരു 4 ഇതേപോലെ റോൾ ചെയ്തെടുത്തു. ബാക്കി 4 ഇതേപോലെ റോൾ ചെയ്തതിന് ശേഷം ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് എഗ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 200 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ്സ് ഒന്ന് എയർ ഫ്രയറിലോ ഓവനിലോ ഒന്ന് ബേക്ക് ചെയ്തെടുത്താൽ മതി. സംഭവം സെറ്റായി കിട്ടും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിനൊക്കെ ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി.